ലാലേട്ടൻ ഇങ്ങനെ നോക്കി വൈകുപ്പി കൊണ്ടെന്ന് വെച്ചാ പുള്ളിയെ നോക്കി ചിരിച്ചു. പൊട്ടിക്കിട്ടേടാ. പുള്ളി പൊട്ടിക്കൂല. പുള്ളി പറഞ്ഞു പൊട്ടിച്ചാ ഞങ്ങൾക്ക് പണി കിട്ടും. പുള്ളിക്ക് രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഇത് തന്നെ സെറ്റ് ചെയ്യണം. അപ്പം പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി എല്ലാം മാറിക്കിടക്കണം. നമുക്ക് കൈയും കാലും വിറക്കാൻ തുടങ്ങി. ഇതിപ്പോൾ ഞാൻ അവിടെ മാറി നിന്നിട്ട് പിള്ളേരോട് എടാ പണി കിട്ടും. അപരിചിതൻ എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരികയാണ്. പക്ഷെ ചെയ്തത് മുഴുവൻ ആർട്ട് ഡയറക്ടറിന്റെ ജോലിയാണ്, ഒരു ഡയറക്ടറുടെ ജോലിയാണ് ചെയ്തേക്കുന്നത്. മമ്മൂട്ടി പടമാണ്. അപരിചിതൻ എന്ന് പറയുന്ന വ്യത്യസ്തമായ കൺസെപ്റ്റാണ്. ശരിക്കും അതിൻ്റെ അനുഭവം കേൾക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ മമ്മൂട്ടി സെറ്റിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും പേടിക്കുന്ന ഒരു സമയത്താണ്. എന്തായിരുന്നു അങ്ങനെ ഒരു പ്രോജക്റ്റ് കിട്ടുള്ള കാരണം എന്തായിരുന്നു? അത് ആ പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഞാനിവിടെ അന്നും ആർട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഷിജി പട്ടണം എന്ന് പറഞ്ഞത് ഷിജിക്ക് കിട്ടിയ വർക്കാണത്. ഷിജി ആയിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ. അപ്പോൾ പുള്ളിക്ക് അന്ന് ഒരു ഇംഗ്ലീഷ് മൂവി വന്നു കഴിഞ്ഞപ്പോൾ അത് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനാണ് പിന്നെ പടം ഇതിലേക്ക് കയറുന്നത്. സുനിൽ അങ്ങനെ കുറച്ച് അസിസ്റ്റൻസ്, മനു, സിനോജ്, ഇങ്ങനെ കുറച്ച് അതിൽ. പക്ഷെ ആ പടം നമുക്ക് പേടിയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ഒരു ആക്സിഡൻറ്റ് മരിക്കുമ്പോൾ പത്ര റിപ്പോർട്ട് കാണിക്കുന്ന ഒരു സാധനം, പത്രത്തിലെ വന്ന വാർത്തയുണ്ട്. ഈ വാർത്തയുടെ ഡമ്മി, അന്ന് ആ ഡമ്മിയൊക്കെ സെറ്റ് ചെയ്യണം അന്ന് നമ്മൾ സെറ്റ് ചെയ്യും. അന്ന് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ മറ്റേ ഇതൊന്നുമില്ല. അതനുസരിച്ച് ഇതിൽ എടുത്ത ആ ഡമ്മി, അതിനു വേണ്ടിയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വന്നത് അവിടെ. പിന്നെ പടം നമ്മൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണേന് ഈ പടത്തിൻ്റെ ഇത്. പക്ഷെ അതിൽ ഒരുപാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷ് ശിവൻ അവരവരൊക്കെ അത്രയും വലിയ ക്രൂവിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് കൊച്ചു പയ്യനാ. ഞാൻ ചോദിക്കുന്നല്ലേ, വലിയ മമ്മൂട്ടി പടം ചെറിയ പടമല്ലല്ലോ, വലിയ പടമാണ്. വലിയ പടം. അതിന്റെ പേടിയില്ല? ഭയങ്കര പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളും എല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് കാണുന്നത് ആ പടത്തിൽ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് പുള്ളീനെ തന്നെ കാണുന്നത്. അതുപോലെ ജഗതി ചേട്ടനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ല, ജഗതി ശ്രീകുമാർ ഇവരൊക്കെ നമ്മൾ കാണുക ആ സമയത്താണ്. അത് അന്നത്തെ ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ അന്നത്തെ എന്ന് വെച്ചാൽ ഇന്നും അങ്ങനെ തന്നെ. മമ്മൂക്ക, മോഹൻലാൽ, ജഗതി ശ്രീകുമാർ, ഇങ്ങനെ ജഗദീഷ്, ഇങ്ങനെയുള്ള കുറേ വലിയ ഇപ്പോൾ ആ ടീമൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൻ്റെ ബാക്ക് ഡ്രോപ്പൊക്കെ അവർ ശ്രദ്ധിക്കും. പലർക്കും ഇല്ലാത്ത ഒരു ഇത് തിലകൻ ചേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളപ്പോൾ എല്ലാം നോക്കും. നമ്മളോർക്കും നമ്മളത് നമ്മളുടെ പോരായ്മകൾ അവരുടെ കാര്യം മാത്രമല്ല നോക്കുന്നത്. ഇല്ല, അവരുടെ മാത്രമല്ല, അവർ ആ പോരായ്മ പറഞ്ഞും തരും. ഇതാണ് ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പിലൂടെ, ഇത് മറ്റേതല്ലേ, നൂറ്റാണ്ട് ഇതല്ലേ, ഇത്ര കാലഘട്ടം ഇതല്ലേ, അപ്പം നീ ആ വെച്ചേക്കണ സാധനം, അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത് ഈ മമ്മൂട്ടിയുടെ ഈ അപരിചിതനുള്ള ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ജഗതി ചേട്ടനൊക്കെ നമ്മൾ ആ മുറുക്കാനൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കും എന്നല്ലാണ്ട് നമ്മൾ പറയുന്നത് വരെയും അവർ കേൾക്കുന്നുണ്ടെന്ന് പോലും നമുക്കറിയില്ല. അതിലൊരു സീനുണ്ട് എന്ന് വെച്ചാൽ ജഗതി ചേട്ടൻ കക്കാൻ കയറുന്ന ഒരു വന്ന സീനുണ്ട്. ഈ സീനിൽ ശരിക്ക് ഞങ്ങൾ ആദ്യത്തെ ഈ പ്രോപ്പർട്ടി വെച്ച് ഷൂട്ട് ചെയ്ത് പിന്നെ ഷെഡ്യൂൾഡ് മാറി. പിന്നത്തെ ഇതിൽ ഈ പ്രോപ്പർട്ടി തന്നെ വേണം. പക്ഷേ അന്നൊക്കെ പ്രോപ്പർട്ടി റെൻറ്റിനെടുക്കണ മട്ടാഞ്ചേരി മജീദിൻ്റെ അടുത്ത് നിന്നാണ്. അവിടെ നിന്ന് ഈ സാധനം കൊണ്ട് തിരിച്ചു കൊടുത്തു. രണ്ടാമത്തെ ഷെഡ്യൂളിൽ ഇത് തന്നെ സെറ്റ് ചെയ്യണം. അപ്പം പ്രോപ്പർട്ടി കണ്ടിന്യൂറ്റി എല്ലാം മാറിക്കിടക്കണം. നമുക്ക് കൈയും കാലും വിറക്കാൻ തുടങ്ങി. ഇതിപ്പോൾ ഞാൻ അവിടെ മാറി നിന്നിട്ട് പിള്ളേരോട് എടാ പണി കിട്ടും. കാരണം ഈ ചേട്ടൻ ചാക്കുമായിട്ട് വന്ന് ഇത് ചെയ്യണ പുള്ളി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പുള്ളി ഇത് കുറേ പുള്ളി കേൾക്കുന്നുണ്ട്. അങ്ങനെ മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുക. നമ്മളിത് എന്ത് ചെയ്യും? ഇവർ ക്യാമറാമാനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പറയില്ല അതെന്താണ്, അത് കറക്റ്റ് അല്ലല്ല. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവരെല്ലാവരും വന്ന് എന്തായാലും പിടിക്കും. പക്ഷെ ഇവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട് കുഴപ്പമില്ല, നമുക്കിങ്ങനെ ഷോട്ടിങ്ങനെ വെക്കാമെന്നൊക്കെ പറഞ്ഞ് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തു. ജഗതിച്ചേട്ടൻ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രോപ്പർട്ടി എല്ലാം അന്നത്തേനെക്കാട്ടി ശോഷിച്ച കുറേ പ്രോപ്പർട്ടിയാണ്. പുള്ളി സെക്കൻഡിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിലൊരു സാധനം എടുത്തിട്ട് ആ ഇങ്ങനെ ഈ ചെറുതെങ്കിൽ ചെറുത് അതാണെങ്കിലും പോട്ടെ എന്നും പറഞ്ഞുള്ളൊരു ഡയലോഗ് അതിൽ പ്രസൻറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി എടുത്തിട്ടിട്ട് പുള്ളി നേരെ ഔട്ടാവുക ഫോണിൽ. ഈ സീൻ കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ എന്നെ നോക്കിയിട്ടും പറഞ്ഞ് ചിലവുണ്ടട്ടാ. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ സീരിയസ് അല്ലെങ്കിൽ നോക്കുവിടാ. കാരണം പുള്ളിക്ക് അങ്ങനെ അത്ര ഇതായിട്ടുള്ള
അങ്ങനെ കുറേ രക്ഷപ്പെടുത്തും നമ്മളെ. ഈ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പാളിച്ച എപ്പോഴും വരും. ഈ സ്ക്രിപ്റ്റ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഇതേപോലെ തന്നെയാണ് മറ്റേ കനല് ചെയ്യണ സമയത്ത് ലാലേട്ടൻ കൊഞ്ച് കട്ട് ചെയ്യണ സീനുണ്ട്. അപ്പം ഈ കൊഞ്ച് കൊണ്ടുവന്നിട്ട് ഷെഫിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത്ര ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഒരു കഴിവുള്ളവരെ അവരുടെയൊക്കെ ഇത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഞങ്ങളെല്ലാവരും വായിക്കണം എന്നുള്ളതാണ്. അവിടെ നിൽക്കുന്ന അസിസ്റ്റൻ്റ് അടക്കം അസോസിയേറ്റ് അടക്കം എല്ലാവരും വായിക്കണം എന്നുള്ളതാണ്. ആ ഡയറക്ടർ മാത്രമല്ല വായിക്കണത്. അപ്പോൾ ഈ സീൻ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കൊഞ്ച് കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ ഷെഫിനെ കൊണ്ടുവന്നിട്ടുണ്ട് കൊഞ്ച് കട്ട് ചെയ്യണം. ഷെഫിന് പുള്ളി വേഗം അയാളോട് എന്ത് സംസാരിച്ച് ഈ ഫോണിലൂടെ എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആ ഒറ്റ ഷോട്ടിൽ ആ കൊഞ്ച് കട്ട് ചെയ്തു. ശരിക്കും കൊഞ്ച് കട്ട് ചെയ്യാൻ പുള്ളി പഠിച്ചിട്ടൊന്നുമല്ല, പക്ഷെ അവരൊക്കെ അത്ര ഈ സമയത്ത് പുള്ളി സെറ്റിൽ നോക്കും എന്നുള്ള ഇതിൻ്റെ ഒരു ഇതാണ്. പെട്ടെന്ന് ഇങ്ങനെ നോക്കി, മോനെ ഇങ്ങനെ. അപ്പം ഞങ്ങൾ മോനെ ഇതേ ഞാനിപ്പോൾ വന്നേക്കുന്ന വീഡിയോ സ്ക്രിപ്റ്റ് വായിച്ചു. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു കുപ്പിയൊക്കെ വേണ്ടേ, ഡ്രിങ്ക്സ്. ഞാൻ ഈ വീട്ടിലേക്ക് വരുമ്പോൾ ആ ഡ്രിങ്ക്സിൻ്റെ ഇത് അപ്പം ഒന്നുമില്ലെങ്കിൽ ഒരു വൈനാണെങ്കിലും മതി എന്ന് പറഞ്ഞു. നമ്മ പെട്ടെന്ന് എല്ലാവരും വൈനോടിക്കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ കല്യാണി വൈനും മറ്റേ അങ്ങനത്തെ ലോക്കൽ വൈനും കൊണ്ടുവന്നത്. ഇത് ഞാൻ എവിടെയാണ് നിൽക്കണത്, ഈ വീട് എവിടെയാണ്, ഈ വീട് എൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് നോക്കി. ലോക്കൽ വൈൻ കൊണ്ടുവന്നില്ല. പിന്നെ ഈ വൈനിന് പോയിട്ട് ആലപ്പാട്ടിലെ അവരുടെ ഒരു വീട്ടിൽ വൈൻ ഇരിപ്പുണ്ട്, സ്പാനിഷ് വൈൻ. ആ വൈൻ കൊണ്ടുവന്ന് വെച്ചു. അത് പൊട്ടിക്കാതെ അവർ കൊടുക്കണം. ഇതൊക്കെ ഞങ്ങൾക്ക് വരുന്ന അബദ്ധങ്ങളാണ്. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നോക്കി വൈൻ കുപ്പി കൊണ്ടുവന്ന് വെച്ചേ. പുള്ളിയെ നോക്കി ചിരിച്ചു. പൊട്ടിക്കിട്ടേടാ. പുള്ളി പൊട്ടിക്കൂല. പുള്ളി പറഞ്ഞു പൊട്ടിച്ചാ ഞങ്ങൾക്ക് പണി കിട്ടും. പുള്ളിക്കാരെ സമാധാനം പറഞ്ഞു പറ്റും. പുള്ളി പൊട്ടിച്ചില്ല. പുള്ളി പറഞ്ഞ അത് അത്രക്ക് ഈ ഡെഡിക്കേറ്റഡ് ആണ് ശരിക്കും പറഞ്ഞ ആ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര്. നമ്മളും അതനുസരിച്ച് പോകുന്നതായിരിക്കും ആർട്ട് ഡയറക്ടേഴ്സ്. ശരിക്ക് ആ സമയത്ത് ആർട്ട് ഡയറക്ടേഴ്സിന്റെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇതാണ്. ശരിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ടോ? ബുദ്ധിമുട്ടിക്കുന്ന ആർട്ടിസ്റ്റുകളല്ല, അത് അവർ ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പം മാത്രമേ നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരൊറ്റ പടം 2 പടമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇരുന്ന് ഭയങ്കര സംഭവം. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് കോമഡി തോന്നാറുണ്ട്. ഇവരൊക്കെ ഈ വന്നിരുന്ന് എന്താ പറയണെന്ന്. ഇപ്പൊ ഒരു തെരുക്കൂത്തെന്നും പറഞ്ഞ് ഒരു പടം ചെയ്യുന്ന സമയത്ത് ഈ സൈക്കിൾ ഔട്ടുകാരും അങ്ങനെയുള്ള പടമാണ് ആ ഇത്. അപ്പൊ തിലകൻ ചേട്ടനാ. അപ്പം ഞാൻ കത്തി കൊണ്ട് കുത്തണ ഒരു സീനുണ്ട്. അപ്പം പുള്ളി കുത്തിക്കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ പിടിച്ചു വന്നേരാന്ന് പറഞ്ഞു. ഈ കത്തി കുത്തിയ ഒറ്റ കുത്തിന് ഞാൻ ചാകണം. അപ്പം ചാകണമെന്നും പറഞ്ഞാണ് എഴുതി വെച്ചാണ്. കുത്തി കയറ്റുമ്പോൾ എങ്ങനെ ചാവും ഞാൻ? ഇപ്പം ഇവിടെ കുത്തണം ഇവിടെ, ഞാൻ ചാവൂല. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് അങ്ങനെയല്ല, കത്തി കുത്തണമെങ്കിൽ നമ്മുടെ ലെൻസിൽ തന്നെ ചെന്ന് വീഴണം. ഒറ്റയടിക്ക് ആള് പടിയാവും. അപ്പം അത് ഇങ്ങനെയാണ്. അപ്പം അത് ചെയ്യേണ്ട രീതി പുള്ളി ആ ഒരു ഇത് നമുക്ക് ആ കത്തി എങ്ങനെ ഇത് ചെയ്യണം, കത്തി മടങ്ങണം. അപ്പം ഈ ട്രിക്കുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കത്തി ഇങ്ങനെ ഉള്ളിലേക്ക് പോകണം. അതിൻ്റെയൊക്കെ പ്ലാനിങ് ശരിക്കും പറഞ്ഞാൽ നേമം പുഷ്പരാജ് എന്ന് പറഞ്ഞ സാറിൻ്റെ ഒരു പ്ലാനിങ് ഉണ്ട് കേട്ടോ. പുള്ളി അങ്ങനത്തെ ട്രിക്ക് പരിപാടിയായിരുന്നു. ആളെ കുന്തം കൊണ്ട് കുത്തി അങ്ങനെ തുളഞ്ഞു കയറണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം. അത് ട്രിവാൻഡ്രത്ത് നമ്മൾ അന്ന് പുള്ളിയുടെ കൂടെയൊക്കെ ആ ഒരു സെറ്റപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ കുറേ പുള്ളിയുടെ കുറേ വർക്കേഴ്സ് എനിക്ക് തന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇത് ആർട്ടെന്ന് പറഞ്ഞാൽ ഒരു കുറേ ആൾക്കാർ കൂടി വർക്ക് ചെയ്യണ ഒരു സംഭവമാണ് ആർട്ട്. ഒരു ആർട്ട് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആർട്ട് ഡയറക്ടർ ആയിരിക്കാം, പക്ഷേ അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കണ എല്ലാവരും ഇതേപോലെ കഴിവില്ലാത്തവരാണെങ്കിൽ പണി പാടും.